ജെറുസലേം വെടിവെപ്പിൻ്റെ ഞെട്ടലിലാണ് ലോകം. വടക്കൻ ജെറുസലേമിൽ 2 ആയുധധാരികൾ നടത്തിയ വെടിവെപ്പിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം രാവിലെ 10:30-ഓടെയാണ് സംഭവം. ജെറുസലേമിലെ രാമോട്ടിൽ കാറിലെത്തിയ 2 പേർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നവർക്കെതിരെയും അവിടെയുണ്ടായിരുന്ന ബസ്സിന് നേരെയും വെടിയുതിർക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന സൈനികനും ചില പൗരന്മാരും തിരിച്ചടിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊലയാളികളും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് ഇരയായവരിൽ 4 പേർ സംഭവ സ്ഥലത്തും 2 പേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ആക്രമണം നടത്തിയവർ വെസ്റ്റ് ബാങ്ക് സ്വദേശികളാണെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. വെടിവയ്പ്പിന് ഉപയോഗിച്ചത് മാറ്റം വരുത്തിയ കാൾ ഗുസ്താവ് സബ് മെഷീൻ ഗണ്ണുകളാണ്. വെസ്റ്റ് ബാങ്കിലെ അനധികൃത ആയുധ നിർമ്മാണശാലകളിൽ നിർമ്മിക്കുന്ന ഇത്തരം ആയുധങ്ങൾ മുമ്പും ഹമാസും മറ്റും ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമികളിൽ നിന്ന് കത്തിയും വെടിയുണ്ടകളും ലഭിച്ചെന്നും പോലീസ് പറഞ്ഞു. സംഭവം ഭീകരാക്രമണമാണെന്നും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഭീകരരുടെ ഗ്രാമങ്ങളെ ഇസ്രായേൽ വളഞ്ഞിരിക്കുകയാണ്. ഹമാസിനെ തുടച്ചു നീക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതിനിടെ ഹമാസിൻ്റെ പ്രതികരണവും വന്നു. ആക്രമണകാരികളുടെ നടപടികളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ് ഹമാസിൻ്റെ പ്രസ്താവന. ഗാസയിലെ ഇസ്രായേലിൻ്റെ സൈനിക പ്രവർത്തനത്തോടുള്ള സ്വാഭാവിക പ്രതികരണമെന്നാണ് ഹമാസിനെ വിശേഷിപ്പിച്ചത്. പലസ്തീൻ അതോറിറ്റിയുടെ തലവൻ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയെയും അവയുടെ ഉറവിടം പരിഗണിക്കാതെ അപലപിക്കുന്നുവെന്ന് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. മേഖലയിലെ തുടർച്ചയായ അക്രമം അവസാനിപ്പിക്കാനുള്ള മാർഗം പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ അംഗീകാരമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയിലുള്ളവരോട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് മുന്നറിയിപ്പ്. വടക്കൻ ഭാഗത്തുള്ളവർ തെക്കൻ മേഖലയായ ഖാൻ യൂനിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. ഭക്ഷണവും വൈദ്യസഹായവും താമസ സൗകര്യവും ഇവർക്ക് ലഭ്യമാക്കുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് ഇതാണ്. ഹമാസിൻ്റെ സാന്നിധ്യം ആരോപിച്ച് ഗാസയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഇസ്രായേൽ തകർത്തു. ഹമാസ് ഈ കെട്ടിടം രഹസ്യാന്വേഷണത്തിനായി ഉപയോഗിക്കുന്നുവെന്നും സ്ഫോടക വസ്തുക്കൾ സമീപത്ത് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു. എന്നാൽ ഇസ്രായേലിൻ്റെ ആരോപണം ഹമാസ് തള്ളിക്കളഞ്ഞിരുന്നു. ഗാസ സിറ്റി പിടിക്കാൻ ഇസ്രായേൽ സൈനിക നീക്കം ശക്തമാക്കിയതോടെ ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി. ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ മേഖലയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. സിറ്റിയുടെ കിഴക്ക് സൈതൂൺ, സബ്ര, ഷജയ്യ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കനത്ത ബോംബിംഗാണ് നടത്തിയത്. നിലവിൽ ഗാസയുടെ 80% പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്.